നമ്മളിപ്പോൾ തേഞ്ഞിപ്പലം പഞ്ചായത്തിലാണ് റൂറൽ ബാങ്കിൻ്റെ ഒരു നഴ്സറിയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു ലോകമാണ് ഇവിടെ എത്തുമ്പോൾ. പല ടൈപ്പ് വെറൈറ്റി ചെടി, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എല്ലാ തൈകളും നമുക്ക് ഇവിടെ നിന്ന് വളരെ ലോ പ്രൈസിന് നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊന്നും കാണാം. ഇതിപ്പോൾ എത്ര ദിവസം വളർച്ചെത്തി തയ്യ? ഇതിപ്പോൾ ഒരു മാസത്തിലധികമായി ഉണ്ടാവും. ട്രയൽ തന്നെ നമ്മൾ വിൽക്കാൻ പാകാക്കുന്നത് ഒരു 29 ദിവസത്തെ വളർച്ചയിലാണ് നമ്മൾ വിൽക്കാൻ പാകാക്കുക. അത് കഴിഞ്ഞിട്ടിപ്പോൾ ഏകദേശം ഒരു 15 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും ഈ തൈകൾക്ക്. ഇത് തൈകളാണ്, പച്ചക്കറീൻ്റെ തൈകളാണ് ഇപ്പോൾ ഈ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ് അത് വഴുതന. വഴുതന അത് ട്രയലിട്ടിട്ട് ആദ്യം മുളപ്പിച്ചെടുത്ത തൈയാണ്. അത് കുറച്ച് വലുപ്പമായി കഴിഞ്ഞാൽ പിന്നെ ട്രയൽ നിൽക്കൂല. അപ്പൊ നമ്മൾ കവറിലേക്ക് മാറ്റണേ. കവറിലെ മിക്സിംഗ് എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി, എല്ലുപൊടി ഉണ്ടാവും, വേപ്പുമണ്ണാക്ക് ഉണ്ടാവും, പിന്നെ ചകിരിച്ചോറ് ഒന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കവറിൽ നിറയ്ക്കുന്നത്. ഇത് ഈ നഴ്സറിയിലെ വിയറ്റ്നാം മെർലി പ്ലാവിൻ തൈകളാണ്. ഒന്ന് ആലോചിക്കുക, എൻ്റെ ജസ്റ്റ് ഹൈറ്റ്. ഇപ്പൊ തന്നെ ചക്ക എനിക്ക് ഇങ്ങനെ പറിക്കണം. നമ്മൾ എത്ര ഉയർത്തുന്നതാണ് ചക്ക പറിക്കല്. ഇതാ ഒരു കൂട്ടം ചക്കകളാണ്. ഇതിപ്പോ സീസൺ എങ്ങനെ ഇതിന്റെ? ഇത് എപ്പോഴും പെട്ടെന്ന് കായ്ക്കണേ. 3 വർഷം കൊണ്ട്, ചെറിയ പ്ലാന്റ് ആണെന്നെ 3 വർഷം കൊണ്ട് കായിടണം. 3 വർഷം കൊണ്ട് ഇത് ഓൾറെഡി ഉണ്ടാവും. ഇവിടെ വേറെ ഒരു തൈ ഇതാ. 3 വേണ്ട, 2.5 വർഷം കൊണ്ട് മാക്സിമം ആണ്. 2.5 വർഷം കൊണ്ട് തന്നെ ഓൾറെഡി ആവും. ഇതിന്റെ മറ്റൊരു തൈയാണ് ഇവിടെ. ഇതിന്റെ ഒരു പ്രത്യേകത ഇത് കണ്ടോ, നമ്മള് നിലത്ത് തന്നെ ഇവിടെ ഇതിൽ കുറെ ഉണ്ടായിരുന്നു, പക്ഷെ വരെ ഇതൊക്കെ കുറെ പറിച്ചതാണ്. വിയറ്റ്നാം മെർലിന്റെ ഒരു പ്രത്യേകത തന്നെ. ഒരാളെ ഹൈറ്റാ മാക്സിമം അല്ലേ? അത്ര അതിനാ അത് ഇത് തന്നെയാണ്. ഇത് വേറെ വേറെ. ഇത് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇവരെന്നെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കവുങ്ങിൻ തൈൻ്റെ സെക്ഷനിലാണ്. ഇത് ഇവരെന്നെ ഉണ്ടാക്കുന്നതാണ് ഇവിടുന്ന് തന്നെ. ഇതിന്റെ ഏകദേശം ഒരു ഇലക്ട്രിക് പോസ്റ്റ് അല്ലേ, അത്ര ഹൈറ്റിൽ ഇത് വരുന്നുള്ളൂ. പിന്നെ എത്ര വർഷം കൊണ്ട്? 3 വർഷം കൊണ്ടാണ് ഇത് ഈ ഒരു ലെവലിൽ എത്തുന്നത്. എന്താണ് ഇതിന്റെ പേര്? ഇന്റർമംഗളം മോഹിത് നഗർ. ഇതിന്റെ ഒരു പേരാണത്. ഇതെങ്ങനെ സെയിലൊക്കെ നല്ല സെയിൽസ് ആണ് അല്ലേ? മാക്സിമം വർത്ത് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഇത് ഈ കാണുന്നൊക്കെ ഇവരുണ്ടാക്കിയ പ്ലാന്റ് ആണ്. ഇതിനാണല്ലോ കൂടുതൽ ഇവിടെ കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നത്. ഇത് എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട് ഈ ഒരു പ്ലാന്റ്? കഴിഞ്ഞ വർഷം ഇത് കഴിഞ്ഞ വർഷം നമ്മൾ വിത്തിട്ടതാണ്. ഇനിയിപ്പോ പുതിയ വിത്ത് വന്നിട്ടുണ്ട്. ഓഹോ. ഇവിടെ വളങ്ങളെ സെക്ഷൻ ഉണ്ട്. വളങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങാം. പല ടൈപ്പ് വളങ്ങൾ അല്ലേ? വേപ്പും പിണ്ണാക്ക്, ചാണകപ്പൊടി അല്ലേ? ഇത് ചാണകപ്പൊടി, ഇങ്ങനെ പല വെറൈറ്റീസ് എല്ലാം ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. നിങ്ങളുടെ ഇതിന്റെ പ്ലാന്റിന്റെ ഉള്ളിലാണ് പല ടൈപ്പ് വെറൈറ്റി ചെടീസ് ഓൾറെഡി. ഇതൊരു വേറെ ലോഗാണ് ഇതിനുള്ളിൽ നമുക്ക് കയറുമ്പോൾ. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാൻ എടുക്കാൻ പറ്റും. ഞാൻ പേരൊന്നും പറയുന്നില്ല, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ.
ഇനി നമ്മൾ പേരക്കൻ്റെ സെക്ഷനിലേക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് അതിനെ പറ്റി ഒന്ന് ചോദിക്കാം. ഇത് വരുന്നത് കിലോ പേരയാണ്. കിലോ പേര വലിയ പേരായിട്ട് വരുന്നതാണ്. നമ്മൾ ലെയർ ചെയ്തിട്ട് വരുന്നത് അതൊക്കെ തൈകൾ. അധികം ഹൈറ്റ് വേണ്ട, ബുഷാക്കിയിട്ട് നമുക്ക് ചട്ടിയിലും വളർത്താൻ പറ്റണ ടൈപ്പായിട്ട് വരുന്നതാണ് ഇത്. ഇത് ജപ്പാൻ പേരാന്ന് പറയും. ജപ്പാൻ പേര, സീഡ്ലെസ് പേരാന്നൊക്കെ പറയുന്ന പേരയാണ് ഇത്. നല്ല മധുരം ഉണ്ടാവുന്ന ഒരു മധുരമുണ്ട്. അത് നല്ല മധുരമുള്ളതാ. ജപ്പാൻ പേര നല്ല മധുരമുള്ളതാണ്, ടേസ്റ്റ് ഉള്ളതാണ്. പിന്നെ അതിൽ തന്നെ പിന്നെ റെഡ് പിങ്ക് പേരാന്ന് പറയുന്നതാണ് ഇത്. അതില് ആർക്കാക്കിരണുണ്ട്. പിന്നെ ഇത് വിയന്ന എന്ന് പറഞ്ഞ ടൈപ്പ്. വിയന്ന നല്ല ടൈപ്പ്. ഇതൊക്കെ എത്ര ടൈമിന് എങ്ങനെ? ഇതിന് നമുക്ക് ലെയർ ആയതുകൊണ്ട് നമുക്കൊരു 1.5 വർഷം ആകുമ്പോൾ. 1.5 വർഷം. ഇതിന് പ്രത്യേകിച്ച് വളങ്ങ അങ്ങനെ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിണ്ണാക്കൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം, കട്ടിങ് ചെയ്ത് കൊടുക്കണം. എന്നാലേ അത് ആ സമയമാകുമ്പോൾ നമുക്ക് വേഗം കായ പിടിച്ചു കിട്ടുള്ളൂ. പിന്നെ അതിൽ ഡോളോമേറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ ചേർത്താൽ മണ്ണിന്റെ pH കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം കായ്ച്ചു കിട്ടും സാധനങ്ങൾ. ഇനി നമ്മൾ നിൽക്കുന്നത് ഈ മാവിൻ്റെ സെക്ഷനിലാണ്. മാവിൻ തൈൻ്റെ ഏകദേശം 65ഓളം ടൈപ്പ് മാവിൻ തൈകൾ ഇവിടെ ഓൾറെഡി ഉണ്ട്, ഇപ്പോൾ നിലവിലുണ്ട്. പല വെറൈറ്റി. ഞാൻ പേര് പറയുന്നുണ്ടെങ്കിൽ കുറേ ലെങ്ത്ത് കൂടും, പക്ഷേ അതുകൊണ്ട് പേരൊന്നും പറയില്ല. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള പല ടൈപ്പുള്ള മാവിൻ തൈകൾ ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇതിനൊരു സ്പെഷ്യലായിട്ട് പേര് എടുത്ത് പറയാൻ പറ്റിയ ഏതാണ്? സിന്ദൂരം ഉണ്ട്, അൽഫോൺസ് ഉണ്ട്. സിന്ദൂരം അവിടെ അതിൻ്റെ ഉള്ളിലാണ്. ഇതിൻ്റെ ഉള്ളിൽ അതെ. ഇത് മൊത്തം അൽഫോൺസ് ആണ്. അൽഫോൺസ് അല്ലേ? അൽഫോൺസ് ഈ കാണുന്നത് അല്ല അൽഫോൺസ്. പിന്നെ ബംഗ്ലാദേശ് വെറൈറ്റികളൊക്കെ കുറേ ഉണ്ട്. തായ് വെറൈറ്റീസ് ഉണ്ട്. ചെറിയ കുട്ടി തൈകൾ പൂവിട്ട് തന്നെ ഉണ്ട്. സീസൺ ആയി തുടങ്ങിയിട്ടുണ്ടല്ലേ? ഇങ്ങോട്ട് വേറൊരു പൂവിട്ടത്. ഓ ഇത്ര ചെറുപ്പത്ത് ഇതാ പൂവിട്ടതായി. ഇവിടെ ചട്ടി, പൂച്ചട്ടീൻ്റെ വേറൊരു സെക്ഷനാണ്. ഇവിടെ പല ടൈപ്പ് ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ ഇവിടെ ഒരു ഓഡിറ്റോറിയം ആണ്. നമുക്ക് ഈവനിങ് പ്രോഗ്രാമൊക്കെ, ഒരു ബർത്ത്ഡേ പാർട്ടി, ഇങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ ഇവിടെ ഓൾറെഡി സെറ്റിൽ ചെയ്യാൻ നല്ലൊരു സ്പേസ് ഉണ്ട്. ഇവിടെ നല്ലൊരു വൈബാണ് ഇവിടെ എത്തുമ്പോൾ. നമുക്ക് ഇതിൻ്റെ സ്റ്റേജാണ് കാണിച്ചു തരാം.